നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ റിയാക്ടിന്റെ അഡ്വാൻസ്ഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ടിൽ എന്താണ് കോണ്ടെക്സ്റ്റ് API, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇമാജിൻ ഇതാണ് നിങ്ങളുടെ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ എന്ന് വിചാരിച്ചോ. നമുക്കിവിടെ മൊത്തം 4 ലെവൽ ഉണ്ട് അല്ലെ. അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് കോമ്പോണന്റ് ആണ്. അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് 3 കോമ്പോണന്റ്സിനെ കോൾ ചെയ്യുന്നുണ്ട്. കോമ്പോണന്റ് ABC, അത് കഴിഞ്ഞ് ബിന്ന് ഡിയിലേക്കും പിന്നെ സി നിന്നിട്ട് ഇയിലേക്കും ഇ നിന്നിട്ട് എഫിലേക്കും കോൾ പോകുന്നുണ്ട്. അപ്പൊ 4 ലെവലുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ എന്ന് വിചാരിച്ചു. സപ്പോസ് നമ്മുടെ ആപ്പ് കോമ്പോണന്റിൽ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ യൂസർ നെയിമിനെ നമ്മുടെ കോമ്പോണന്റ് എയ്ക്കും ഡിക്കും എഫിനും വേണമെന്ന് വിചാരിച്ചു. അവിടെ BCE ഈ 3 കോമ്പോണന്റിന് ഇത് ആവശ്യമില്ല. ADF ഈ 3 കോമ്പോണന്റിനും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂസർ നെയിം ആവശ്യമുണ്ട്. അത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആപ്പ് കോമ്പോണന്റിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പം എയ്ക്ക് നമുക്ക് ആപ്പ് കോമ്പോണന്റിൽ നിന്ന് എയിനെ കോൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് യൂസർ നെയിമിനെ എയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഡിന്റെ എഫിന്റെ കേസ് എന്താ? ഡിനെ കോൾ ചെയ്യുന്നത് ബിയിൽ നിന്നിട്ടാണ് അല്ലെ. സോ നമ്മൾ ഈ യൂസർ നെയിമിനെ ആപ്പ് കോമ്പോണന്റിൽ നിന്ന് ബി കോമ്പോണന്റിനെയാണ് കോൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഈ യൂസർ നെയിം എടുത്ത് ബിയിലേക്ക് പാസ് ചെയ്യണം. ബിന്നാണ് ഡിയിലേക്ക് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ യൂസർ നെയിം എഫിൽ വേണമെങ്കിലോ സിയും ഇയും ഈ 2 കോമ്പോണന്റിലേക്കും പാസ് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന്റെ റിക്വേർഡ് ആയിട്ടുള്ള എഫ് കോമ്പോണന്റിലേക്ക് ഈ ഒരു യൂസർ നെയിം പ്രോപ്പർട്ടി എത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്താ, നമുക്ക് BCE ഈ 3 കോമ്പോണന്റിനും ഈ ഒരു യൂസർ നെയിം പ്രോപ്പർട്ടി ആവശ്യമില്ലെങ്കിലും നമ്മൾ ഈ കോമ്പോണൻസിൽ കൂടെ പാസ് ചെയ്താലേ നമ്മുടെ റിക്വേർഡ് ഡെസ്റ്റിനേഷനിലേക്ക് ആ ഒരു പ്രോപ്പർട്ടി എത്തുള്ളൂ. അപ്പൊ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനാണ് പ്രോബ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നമ്മുടെ പ്രൊജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഇപ്പൊ യൂസർ ഇന്റർഫേസ് തീം, അതുപോലെ തന്നെ യൂസേഴ്സ് ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രിഫറൻസ് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, ഇതുപോലെ നമുക്ക് ഒരുപാട് ലെവലില് ആവശ്യമുണ്ടാകും കോമ്പോണൻസിന്റെ. ചിലപ്പോൾ സെക്കൻഡും തേർഡിലും ആവശ്യം ഉണ്ടാവില്ല, ഫോർത്തിലായിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാ കോമ്പോണൻസിലേക്കൂടെയും പാസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണല്ലേ. കാരണം ഇത് എന്തെങ്കിലും ഒരു ഡിസൈൻ ചേഞ്ചസ് വരും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് ബുദ്ധിമുട്ടാവും, അത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കോഡ് എപ്പോഴും മെയിൻറ്റൈനബിൾ ആയിരിക്കണമെങ്കിൽ ഈ ഒരു ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അതായത് നമുക്ക് ഏത് കോമ്പോണന്റിലേക്കാണോ ആ പ്രോപ്പർട്ടി ആവശ്യമുള്ളത് ഡയറക്ട്ലി നമ്മുടെ പാരന്റ് കോമ്പോണന്റിൽ നിന്ന് ആ ചൈൽഡ് കോമ്പോണന്റിലേക്ക് പാസ് ചെയ്യാൻ പറ്റണം, ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള കോമ്പോണൻസിൽ കൂടെ പാസ് ചെയ്യാതെ. ഇവിടെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് API യൂസ് ചെയ്യുന്നത്. ഇതാണ് കോണ്ടെക്സ്റ്റ് APIന്റെ ഡെഫിനിഷൻ. അതായത് നമ്മുടെ പ്രൊജക്റ്റിലെ ഗ്ലോബൽ ഡാറ്റാസ്, പ്രൊജക്ടിന്റെ തീംസോ യൂസർ ഒതന്റിക്കേഷൻ സ്റ്റാറ്റസോ യൂസർ പ്രിഫറൻസസ് ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലിസിറ്റ്ലി എല്ലാ കോമ്പോണന്റ് ട്രീയിലെ എല്ലാ കോമ്പോണന്റ് ലെവലിൽ കൂടെയും പാസ് ചെയ്യാതെ അതിന്റെ റെക്കോർഡ് ആയിട്ടുള്ള കോമ്പോണൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുക. ഈ ഒരു മെക്കാനിസം ആണ് കോണ്ടെക്സ്റ്റ് API തരുന്നത്. ഇതിന് മെയിൻ ആയിട്ട് 3 കോമ്പോണൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത് പ്രൊവൈഡർ കോമ്പോണന്റും കൺസ്യൂമർ കോമ്പോണൻസും ക്രിയേറ്റ് ചെയ്യണം. അതിൽ കൺസ്യൂമർ കോമ്പോണന്റിന് ഇപ്പോൾ ട്രഡീഷണൽ വേയിലാണ് നമ്മൾ കൺസ്യൂമർ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് ഡാറ്റ കൺസ്യൂം ചെയ്യും. അതായത് നമ്മുടെ നേരത്തെ നോക്കിയ എക്സാമ്പിളിലാണെങ്കിൽ ഈ ലെവൽ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പോണന്റിലേക്ക് ഇത് കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അതിന് പകരം യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി എക്സാമ്പിൾ, റിയാക്ടിന്റെ എക്സാമ്പിളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ ഈ ഒരു യൂസർ നെയിം എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതായത് പ്രൊവൈഡ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും എങ്ങനെയാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു പ്രോജക്റ്റിന്റെ സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ആ ഡയഗ്രാം ചെക്ക് ചെയ്താൽ നമ്മൾ ഈ ട്രീയിലെ റൈറ്റ് മോസ്റ്റ് പോസ്റ്റ് ഇല്ലേ, അതായത് ആപ്പ് കോമ്പോണന്റ്, കോമ്പോണന്റ് സി, കോമ്പോണന്റ് ഇ, കോമ്പോണന്റ് എഫ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് പ്രോബ് ഡ്രില്ലിംഗ് ഇല്ലാതെ ഡയറക്ട്ലി എങ്ങനെയാണ് ഒരു യൂസർ നെയിം ഈ ഒരു എഫ് കോമ്പോണന്റിലേക്ക് ഷെയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് app.jxന്റെ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് എന്റെ കോമ്പോണന്റ് സിനെയും കോമ്പോണന്റ് ഇനെയും കോമ്പോണന്റ് എഫിനെയും കോൾ ചെയ്തിട്ടുണ്ട്. അതായത് app.jxന്ന് സിയിലേക്ക്, സിയിൽ നിന്നിട്ട് ഈ കോമ്പോണന്റിലേക്കും ഈ കോമ്പോണന്റിൽ നിന്ന് എഫ് കോമ്പോണന്റിലേക്കും ജസ്റ്റ് കോൾ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ.
ഇനി നമ്മൾ കോണ്ടെക്സ്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, നമ്മൾ 3 സ്റ്റെപ്പാണ് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ്, അതിന് നമ്മൾ റിയാക്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും. അപ്പൊ ഞാൻ ഫസ്റ്റ് റിയാക്ടിന്റെ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് നമ്മൾ നോർമൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോൺസ്റ്റ് ഞാൻ യൂസർ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് യൂസർ നെയിം അല്ലേ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. സാധാരണ നിങ്ങൾ ഒബ്ജക്റ്റിന് നെയിം കൊടുക്കുന്ന പോലെ തന്നെ ക്ലാസ്സിനൊക്കെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഈക്വൽ ടു ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് റിട്ടേൺ ചെയ്യുന്നത്. ഒന്നൊരു പ്രൊവൈഡർ കോമ്പോണന്റും രണ്ടാമത്തത് കൺസ്യൂമർ കോമ്പോണന്റും. അപ്പൊ പ്രൊവൈഡർ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പാസ് ചെയ്യാനുള്ള, അതായത് ഈ ഗ്ലോബൽ ഡാറ്റാസ് ഒക്കെ നമ്മൾ ഡിസണന്റ് കോമ്പോണൻസ് ചൈൽഡ് കോമ്പോണൻസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ നെയിം പറയുന്ന പോലെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊവൈഡർ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് പാസ് ചെയ്യേണ്ട ഡാറ്റ യൂസർ നെയിം ആയതുകൊണ്ട് ഞാനൊരു യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് വേരിയബിളിൽ app.jxs എന്ന് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ കൊടുക്കാന്ന് പറഞ്ഞത്. ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ കോമ്പോണന്റ് എഫിലേക്ക് പാസ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്റെ എൻറ്റയർ കോമ്പോണന്റിനെ ചൈൽഡ് കോമ്പോണൻസിനെയും എന്ത് ചെയ്യണം, നമ്മുടെ ഈ യൂസർ കോണ്ടെക്സ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു 2 കോമ്പോണൻസ് ആ പ്രൊവൈഡ് ചെയ്യുന്നതിന് അതിൽ പ്രൊവൈഡർ കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യണം. ഇനി അപ്പൊ നമ്മൾ റാപ്പ് ചെയ്തു. അപ്പൊ എല്ലാ സബ്സീക്വന്റ് ആയിട്ടുള്ള ചൈൽഡ് കോമ്പോണൻസിലേക്കും ഈ ഒരു നമ്മുടെ ഈ യൂസർ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ അക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിന്റെ കൂടെ എന്ത് വാല്യൂ ആണ്, കോണ്ടെക്സ്റ്റ് വാല്യൂ എന്താണോ അതും പാസ് ചെയ്ത് കൊടുക്കുക. വാല്യൂ ആയിട്ട് നമ്മുടെ യൂസർ നെയിം ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡർ കോമ്പോണന്റ് യൂസ് ചെയ്ത് നമ്മുടെ എൻറ്റയർ ചൈൽഡ് കോമ്പോണൻസിനെ റാപ്പ് ചെയ്ത് വാല്യൂ പാസ് ചെയ്തു. അപ്പം എല്ലാ ചൈൽഡ് കോമ്പോണൻസിനും ഈ ഒരു വാല്യൂ അക്സസ് ചെയ്യാം, കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കോമ്പോണന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കൺസ്യൂമർ കോമ്പോണന്റ് ആണ്. അതിപ്പം യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഈ റിയാക്ട് ഹുക്സ് വന്നല്ലോ. ഹുക്സ് വന്നതുകൊണ്ട് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് പറഞ്ഞ ഹുക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഏത് കോമ്പോണന്റിലാണോ ഈ ഒരു വാല്യൂ യൂസർ നെയിം കോണ്ടെക്സ്റ്റ് വാല്യൂ കൺസ്യൂം ചെയ്യേണ്ടത് ആ ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. കൺസ്യൂമർ കോമ്പോണന്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. ഇന്റർവ്യൂവിൽ ചോദിച്ചാൽ ജസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ ഞാൻ നമുക്ക് കോമ്പോണന്റ് സിക്കും എഫിനും യൂസർ നെയിം വേണ്ട. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കോമ്പോണന്റ് എഫിനാണ്, സിക്കും വേണ്ട ഇക്കും വേണ്ട, എഫിനാണ് ആവശ്യമുള്ളതെന്ന്. നമ്മൾ സിയിലും അതുപോലെ തന്നെ ഇയിലും ഈ 2 കോമ്പോണന്റിലും നിന്നിട്ട് ജസ്റ്റ് അതിന്റെ ചൈൽഡ് കോമ്പോണന്റിനെ കോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സിയിലാണെങ്കിൽ കോൾ ചെയ്യും, ഒരു H1 ടാഗ് കൊടുത്തിട്ടുണ്ട്. കോമ്പോണന്റ് സിയിൽ പാസ് ചെയ്തു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. പിന്നെ കോമ്പോണന്റ് ഇനെ കോൾ ചെയ്തിട്ടുണ്ട്. കോമ്പോണന്റ് ഇനെ അഗെയിൻ ഒരു H1 ടാഗും കോമ്പോണന്റ് എഫിനെയും കോൾ ചെയ്തിട്ടുണ്ട്. ഈ കോമ്പോണന്റ് എഫിൽ നിന്നിട്ട് എനിക്ക് ഒരു യൂസർ കോണ്ടെക്സ്റ്റ് അക്സസ് ചെയ്യണം, അതായത് യൂസർ നെയിം അക്സസ് ചെയ്യണം. അതിന് ഫസ്റ്റ് നമ്മൾ app.jxs നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ എക്സ്പോർട്ട് ചെയ്തു. നമ്മുടെ യൂസർ കോണ്ടെക്സ്റ്റിനെ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് ഇത് നമ്മൾ ഹുക്സിന്റെ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഹുക്കാണ്. ഇത് 2 കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റും ഇത് റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഹുക്കും. ഈ ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ കോണ്ടെക്സ്റ്റിലുള്ള വാല്യൂ നമ്മൾ അക്സസ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റെപ്പ്. അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ഈ യൂസർ നെയിം അക്സസ് ചെയ്യണം. കോൺസ്റ്റ് യൂസർ നെയിം ഈക്വൽ ടു സാധാരണ നമ്മൾ എങ്ങനെയാണോ ഹുക്കിനെ കോൾ ചെയ്യുന്നത്, നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്കിനൊക്കെ കോൾ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്കിനെ കോൾ ചെയ്യുക. ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നാണോ നമ്മൾ വാല്യൂ അക്സസ് ചെയ്യേണ്ടത് ആ കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഈ യൂസർ കോണ്ടെക്സ്റ്റ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റിൽ നിന്നാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് വാല്യൂ അക്സസ് ചെയ്യേണ്ടത്. സോ അതിനെ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് റിട്ടേൺ ചെയ്യുന്നത് ആ പാസ് ചെയ്ത് വരുന്ന വാല്യൂസാ. നിങ്ങൾക്കിപ്പം വേരിയബിൾസോ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ ഇതുപോലെ പാസ് ചെയ്യുക കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ കോമൺ വേരിയബിൾ ഗ്ലോബൽ വേരിയബിൾസ് മാത്രമല്ലല്ലോ, ഗ്ലോബൽ ഫങ്ഷൻസ് എഴുതാറില്ലേ. ഇപ്പൊ ഗ്ലോബൽ ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് common.js എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും. അവിടെ ആയിരിക്കും എൻറ്റയർ പ്രൊജക്റ്റിലും യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എഴുതി വെക്കുക. ഇത് എല്ലായിടത്തും നിന്നിട്ട് ഈ ഒരു ഫയലിനെ ഇമ്പോർട്ട് ചെയ്ത് ഫംഗ്ഷനെ ആക്സസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ
ഇവിടെ നമുക്ക് വേരിയബിൾസിനെയും, അതായത് ഇവിടെ റിയാക്റ്റിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്സിനെയും ഫംഗ്ഷൻസിനെയും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയെ പാസ് ചെയ്തിട്ടുള്ളൂ. ഞാനിവിടെ ജസ്റ്റ് ഇതിനെ ഒന്ന് യൂസർ നെയിം കൂടെ ഒന്ന് പ്രിന്റ് ചെയ്യുക കേട്ടോ. സോറി, നമ്മൾ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞാലല്ലേ ഇതിന്റെ പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ കോമ്പോണന്റിന്റെ ഫംഗ്ഷന്റെ ഉള്ളിൽ വേണം, ഫംഗ്ഷണൽ കോമ്പോണന്റിന്റെ അകത്ത് വേണം കേട്ടോ ഹുക്കിനെ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ബ്രൗസറിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യാം. കോമ്പോണന്റ് സിയിൽ വന്നു, ഇയിലേക്ക് വന്നു. ഇയിൽ നിന്നിട്ട് എഫിനെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് app.jxsലുള്ള ആ ഒരു യൂസർ നെയിം സ്റ്റേറ്റ് ഡയറക്ട്ലി ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ സിയിലേക്കും ഇയിലേക്കും ഒന്നും ഈ വാല്യൂ പാസ് ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് കോണ്ടെക്സ്റ്റ് API, റിയാക്റ്റിലെ കോണ്ടെക്സ്റ്റ് API. അപ്പൊ ഇങ്ങനെയാണ് റിയാക്റ്റിലെ കോണ്ടെക്സ്റ്റ് API വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ എൻറ്റയർ കോമ്പോണന്റിനെയും എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊവൈഡർ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുക. ഈ കോണ്ടെക്സ്റ്റ് വാല്യൂ എല്ലാ കോമ്പോണന്റ്സിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഫൈനലി ഈ വാല്യൂ കോണ്ടെക്സ്റ്റിൽ നിന്ന് റീട്രൈവ് ചെയ്യുക. നമുക്ക് കൺസ്യൂമർ കോമ്പോണന്റോ യൂസ് കോണ്ടെക്സ്റ്റ് സ്കോപ്പോ യൂസ് ചെയ്യാം. ഇപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് യൂസ് കോണ്ടെക്സ്റ്റ് സ്കോപ്പ് ആയിരിക്കും. ഇനി നിങ്ങൾ ഒരു പഴയ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇന്റർവ്യൂസിന് പോകുന്നതെങ്കിൽ അവർ ചിലപ്പം കൺസ്യൂമർ കോമ്പോണന്റ്സിനെ പറ്റിയും ചോദിച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ഹയർ ഓർഡർ കോമ്പോണന്റ് ഇൻ റിയാക്ട്? ഇപ്പൊ ഹയർ ഓർഡർ കോമ്പോണന്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് കോഡ് റീയൂസബിലിറ്റിനെ കുറിച്ച് പറയാം. ഇപ്പൊ നിങ്ങൾ ജാവയോ അല്ലെങ്കിൽ PHP ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പൈത്തോൺ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഇൻഹെറിറ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടാവൂലേ. അതായത് നമുക്കിപ്പോ ഒരു ലോജിക്ക്, ഫോർ എക്സാമ്പിൾ ഏറ്റവും ബേസിക് ആയിട്ട് 2 നമ്പറിനെ ആഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അത് നമുക്ക് ഒരു 10 പേജിൽ അല്ലെങ്കിൽ 10 മോഡ്യൂളിൽ നമ്മുടെ പ്രൊജക്റ്റിൽ ആവശ്യമുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഈ അഡീഷന്റെ കോഡ് എഴുതി കൊടുക്കുന്നതാണോ, അതോ ഒരു കോമൺ പ്ലേസിൽ ഈ അഡീഷന്റെ ലോജിക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ടോ ഒരു ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഈ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ റീയൂസ് ചെയ്യുന്നതാണോ ബെറ്റർ? നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും കോഡ് റീയൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെ ബെറ്റർ. കാരണം എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുന്ന ചേഞ്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പോയി ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കോഡ് റിപ്പീറ്റേഷൻ വരും. സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമുക്ക് കോഡ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു കോമൺ പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇത് റീയൂസ് ചെയ്യുന്നതല്ലേ. അതുപോലെ തന്നെ കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ട് റിയാക്ട് ജെഎസിൽ കൊണ്ടുവന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഹയർ ഓർഡർ കോമ്പണന്റ് ഓർ HOC. അപ്പൊ ഈ HOCന്റെ ബേസിക് ഡെഫിനേഷൻ ഇതാണ്. ബേസിക്കലി ഇതൊരു ഫംഗ്ഷൻ ആണ്. അതിന്റെ ഇൻപുട്ട് ആയിട്ട് ഈ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നത് ഒരു കോമ്പോണന്റ് ആയിരിക്കും. നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു കോമ്പോണന്റ് ആയിരിക്കും. എന്നിട്ട് അതിനെ എൻഹാൻസ് ചെയ്യും. എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഫംഗ്ഷനാലിറ്റീസ് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യും. നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് അതിനെ എൻഹാൻസ് ചെയ്ത് ആ ഒരു പുതിയ കോമ്പോണന്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഒരു ഇക്വേഷൻ പോലെ പറഞ്ഞാൽ ഈ ഹയർ ഓർഡർ കോമ്പോണന്റിനെ കോൾ ചെയ്യുന്നു, നമ്മുടെ ഒറിജിനൽ കോമ്പോണന്റ് പാസ് ചെയ്യുന്നു, റിട്ടേൺ വരുന്നത് ഒരു ന്യൂ കോമ്പോണന്റ് ആയിരിക്കും. അപ്പൊ ആക്ച്വൽ റിയാക്ട് APIന്റെ പാർട്ട് അല്ല ഇത് നമ്മുടെ ഡിസൈൻ പാറ്റേൺസിൽ വരുന്നതാണ്. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റി ആണ്. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് കൺസേൺസ്, അതായത് നമ്മുടെ പ്രസന്റേഷൻ ലോജിക്കിനെ ബിസിനസ് ലോജിക്കിന് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ മെയിൻറ്റൈനബിലിറ്റി ആണെങ്കിലും റീഡബിലിറ്റി ആണെങ്കിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഹയർ ഓർഡർ കോമ്പോണന്റിന്റെ ഒരു ബേസിക് എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ബേസിക് കോമ്പോണന്റ്, ഒരു ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കോമ്പോണന്റിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് നെയിം പ്രോപ്പർട്ടി ആണ്. ഹലോ സ്പേസ് ആ നെയിമിനെയാണ് നമ്മൾ ഇന്റർഫേസിലേക്ക് റെൻഡർ ചെയ്യുന്നത്. ഇത് സാധാരണ ഒരു ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ആണ്. ഇനി നമ്മുടെ റിക്വയർമെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഒരു ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ഇന്റർഫേസിലേക്ക് റെൻഡർ ചെയ്യുമ്പോൾ, ഗ്രീറ്റിംഗ് മാത്രമല്ല ഏതൊരു കോമ്പോണന്റും ഇന്റർഫേസിലേക്ക് റെൻഡർ ചെയ്യുന്നതിന് മുന്നേ അതിൽ യൂസ് ചെയ്യുന്ന പ്രോപ്സ്, അതായത് അതിലേക്ക് വരുന്ന പ്രോപ്സിനെ എനിക്ക് കൺസോൾ ചെയ്യണം. കൺസോൾ ചെയ്തിട്ടേ, അതായത് ലോഗ് ചെയ്തിട്ടേ എനിക്കിത് ഇന്റർഫേസിലേക്ക് കോമ്പോണന്റ് റെൻഡർ ചെയ്യാവുള്ളൂ. ലോഗിങ് എന്തിനാ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ പ്രൊജക്റ്റില് ഒരു റിയൽ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡീബഗിങ്ങിന് വേണ്ടിയിട്ടാണ് ലോഗിൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ പ്രൊജക്റ്റില് നമ്മൾ ഇതുപോലെ
എന്താ കുറച്ച് ക്രിട്ടിക്കൽ ഏരിയാസിലുള്ള വേരിയബിൾസിനെയും കാര്യങ്ങളെയൊക്കെ നമ്മൾ ലോഗ് ചെയ്ത് വെക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഇവർ ഈ മോഡ്യൂൾ അക്സസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുമ്പോഴും ഇവരുടെ ഈ വർക്ക് ചെയ്യുന്ന ഇപ്പൊ എന്തെങ്കിലും വേരിയബിൾസും കൊറിയും ഒക്കെ ചിലപ്പം കൺസോളിലേക്ക് റൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡീബഗ് ലോഗിന്റെ ഫയലിലേക്കായിരിക്കും ഇത് റൈറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഇവരുടെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് നേരെ ഡീബഗ് ലോഗിന്റെ ഫയൽ ആക്സസ് ചെയ്ത് ആ പോർഷൻ ചെക്ക് ചെയ്ത് ഇഷ്യൂ ട്രേസ് ചെയ്ത് റിസോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതായത് നമ്മൾ ഡയറക്ട്ലി കോഡിൽ പോയി ചെക്ക് ചെയ്യുന്നതിനേക്കാളും ഫസ്റ്റ് നമ്മൾ ഡീബഗ് ലോഗിൽ പോയി കസ്റ്റമർ ആക്ടിവിറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ ഇതാണ് ലോഗിങ്. ഞാൻ എല്ലാവർക്കും അറിയായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എന്റെ ഈ കോമ്പോണന്റ് റെൻഡർ ചെയ്തതിന് മുന്നേ എനിക്ക് നെയിം പ്രോപ്പർട്ടി കൺസോൾ ചെയ്തിട്ട് ലോഗ് ചെയ്തിട്ട് ഈ ഒരു കോമ്പോണന്റ് റെൻഡർ ചെയ്യാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. എല്ലാ കോമ്പോണന്റിന്റെയും അകത്ത് പോയിട്ട് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൺസോൾ ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഹയർ ഓർഡർ കോമ്പോണന്റ് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഒരു ഹയർ ഓർഡർ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഈ ലോഗിങ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഹയർ ഓർഡർ കോമ്പോണന്റ് എന്താണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇതൊരു നോർമൽ ഫങ്ഷണൽ കോമ്പോണന്റ് ആണ്. അത് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് ഒരു കോമ്പോണന്റ് ആയിരിക്കും. അതിന്റെ അകത്ത് വരുത്തുന്ന എൻഹാൻസ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു എൻഹാൻസ്ഡ് കോമ്പോണന്റ് പുതിയ കോമ്പോണന്റിനെ ആയിരിക്കും ഈ ഒരു ഹയർ ഓർഡർ കോമ്പോണന്റ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മുടെ കേസിൽ നമ്മുടെ ഈ ഗ്രീറ്റിംഗ് കോമ്പോണന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ app.jxc ഫസ്റ്റ് ഈ രണ്ട് കോമ്പോണന്റ് ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെയും നമ്മുടെ HOC കോമ്പോണന്റ് വിത്ത് ലോഗർ എന്നാണ് HOC കോമ്പോണന്റിന്റെ പേര്, അതിനെ രണ്ടിനെയും ഇമ്പോർട്ട് ചെയ്തു. ഞാൻ ഈ വിത്ത് ലോഗറിനെ അതൊരു ഫംഗ്ഷൻ ആണല്ലോ, അതിനെ ഗ്രീറ്റിംഗ് കോമ്പോണന്റിലേക്ക് കോൾ ചെയ്തിട്ട് ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെ പാസ് ചെയ്ത് കൊടുത്തു. അത് റിട്ടേൺ ചെയ്യുന്ന കോമ്പോണന്റിനെയാണ് app.js ഞാൻ റെൻഡർ ചെയ്യുന്നത്. അതായത് ഡയറക്ട്ലി ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെ റെൻഡർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഹയർ ഓർഡർ കോമ്പോണന്റിനെ കോൾ ചെയ്ത് ഗ്രീറ്റിംഗ് പാസ് ചെയ്ത് ഈ ഒരു ഹയർ ഓർഡർ കോമ്പോണന്റ് റിട്ടേൺ ചെയ്യുന്ന ലോഗ്ഡ് ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, റെൻഡർ ചെയ്യുന്നത്. ഇപ്പൊ app.js നേരെ ലോഗർ കോമ്പോണന്റിലേക്ക് വരും. ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏത് കോമ്പോണന്റിന്റെയും വരാം. അതിന്റെ പ്രോപ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് കൺസോൾ ചെയ്യും, ലോഗ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ ആ ഒറിജിനൽ കോമ്പോണന്റ് എൻഹാൻസ്ഡ് കോമ്പോണന്റ് റാപ്പ് ചെയ്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏത് കോമ്പോണന്റും ഇത് ത്രൂ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ പ്രോപ്പർട്ടീസ് ലോഗിങ് നടന്നോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ മനസ്സിലായില്ലേ? അതായത് ഹയർ ഓർഡർ കോമ്പോണന്റ് എന്ന് പറയുന്നത് നോർമൽ ഫംഗ്ഷണൽ ആണ്. അത് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് ഏതെങ്കിലും ഒരു ഒറിജിനൽ കോമ്പോണന്റ് ആയിരിക്കും. അത് എൻഹാൻസ് ചെയ്ത് പുതിയ കോമ്പോണന്റ് റിട്ടേൺ ചെയ്യും. ഇനി ഞാൻ ബ്രൗസറിൽ കണ്ട് നിങ്ങൾ ഇതൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെ റെൻഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൺസോൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്ത HOC കോമ്പോണന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് വർക്ക് ചെയ്തത്. അതായത് ലോഗിങ് നടന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീറ്റിംഗ് കോമ്പോണന്റിനെ ഇന്റർഫേസിലേക്ക് റെൻഡർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് HOC കോമ്പോണന്റ് ക്ലിയർ ആയില്ലേ? ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. നിങ്ങളുടെ പ്രൊജക്റ്റിലെ വലിയ വലിയ ബിസിനസ് ലോജിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോമൺ പ്ലേസിൽ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഇതുപോലെ എൻഹാൻസ് ചെയ്യാം. ആവശ്യമുള്ള സ്ഥലത്ത് HOC കോമ്പോണന്റിനെ കോൾ ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ കോമ്പോണന്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിയാക്ട് പോർട്ടൽസ്? അപ്പോൾ നമ്മുടെ റിയാക്റ്റില് ഒരു ഡോം ട്രീ ഉണ്ടല്ലേ. റിയാക്ട് എന്നല്ല, ജാവാസ്ക്രിപ്റ്റിൽ നമുക്കൊരു ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഉണ്ട്. നമ്മുടെ ബ്രൗസർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രീ കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ റിയാക്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ index.html ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് അതിന്റെ അകത്ത് app.js, അതിന്റെ അകത്ത് നമ്മൾ റെൻഡർ ചെയ്യുന്ന ഓരോ കോമ്പോണന്റ്, ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടാവും. അപ്പൊ ഓരോ പുതിയ കോമ്പോണന്റും അതിന്റെ പാരന്റിന്റെ ഹൈറാർക്കിന്റെ അണ്ടറിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു റിക്വയർമെന്റ് വരുവാണ്, നമ്മുടെ ഒരു കോമ്പോണന്റ് അത് ഈ പാരന്റ് ഹൈറാർക്കിന്ന് മാറിയിട്ട് ഒരു പുതിയൊരു ഡോം ട്രീയിൽ അതായത് ഡോം ട്രീയിൽ ഒരു ഡിഫറെന്റ് പ്ലേസിൽ ഇത് പ്ലേസ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടൂൾ ടിപ്സ്, മോഡൽസ്, പോപ്പപ്പ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ സെഡ് ഇൻഡെക്സ് വെച്ചിട്ട് ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുവരാറില്ലേ. അതുപോലെ നമ്മൾ ഈ ഡോം ട്രീയിൽ ഡിഫറെന്റ് പ്ലേസിൽ ഡിഫറെന്റ് പാത്തിൽ ഇതിനെ പ്ലേസ് ചെയ്യണം എന്ന് വിചാരിച്ചു. നമ്മുടെ ഈ പാരന്റ് ഹൈറാർക്കി, അതായത് നമ്മളിപ്പോ ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇൻഡെക്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റൂട്ട് വരുന്നതിന് പകരം വേറൊരു പാത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് റിയാക്ട് പോർട്ടൽസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡോം ട്രീ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രീറ്റിംഗ് കോമ്പോണന്റിലെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ലോഗ്ഡ് ഗ്രീറ്റിംഗ് കോമ്പോണന്റ് ഈ ഒരു ട്രീയിൽ എവിടെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ,
നമ്മുടെ പ്രൊജക്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ബോഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു റൂട്ട് ഡിവിഷൻ ആണ് അല്ലെ. ഈ റൂട്ട് ഡിവിഷൻ എവിടുന്നാ വരുന്നത്? നമ്മുടെ ഇൻഡെക്സ് ഡോട്ട് HTML ഈ ഡിവിഷൻ നോക്കണ്ട കേട്ടോ, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആ പോർട്ടൽ റൂട്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ ആണ്, റൂട്ട് ഡിവിഷൻ. ഇവിടെയാണ് നമ്മുടെ app.jxs നിന്ന് നമ്മൾ കോൾ ചെയ്യുന്ന എല്ലാ കോമ്പോണൻസും വന്ന് വീഴുന്നത്. അതായത് ഇവിടെ നമ്മൾ റൂട്ട് ഡിവിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഒരു ഡിവിഷൻ ഉണ്ട്. നമ്മൾ ഈ റൂട്ട് ഡിവിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഒരു ഡിവിഷൻ ഉണ്ട്. അത് അഗെയിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ H1 ടാഗ് ഉണ്ട്. നമ്മൾ ഗ്രീറ്റിംഗിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു H1 ടാഗ് ആണല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് റൂട്ട്. അതായത് റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ app.jxs വന്ന് app.jxs നിന്ന് ഗ്രീറ്റിംഗിലേക്ക് വരും. ഇനി എനിക്കൊരു കോമ്പോണന്റ് അതെനിക്ക് ഈ റൂട്ട് ഡിവിഷനിൽ നിന്ന് മാറി വേറൊരു പ്ലേസിൽ വരണം. അതായത് ഞാനിവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം index.html നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പോർട്ടൽ റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു കോമ്പോണന്റ് ഈ പോർട്ടൽ റൂട്ടിന്റെ അണ്ടറിൽ വരണം. അതായത് ഈ റൂട്ടിൽ പകരുന്നതിന് പകരം ഞാൻ പറഞ്ഞു എല്ലാ കോമ്പോണൻസും ഈ റൂട്ടിലേക്കായിരിക്കും വരിക. അതിന് പകരം എനിക്ക് ഈ പോർട്ടൽ റൂട്ടിൽ ഞാൻ സ്പെസിഫൈ ചെയ്യുന്ന ഡെസ്റ്റിനേഷനിൽ എനിക്ക് വന്ന് എന്റെ കോമ്പോണന്റ് പ്ലേസ് ആവണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോർട്ടൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ഡോം ആക്സസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് റിയാക്ടിന്റെ ക്രിയേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിയാക്ടില് പോർട്ടൽസിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ ഒരു ക്രിയേറ്റ് പോർട്ടൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഇതിന് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ റെൻഡർ ചെയ്യേണ്ട ആ ഒരു എലമെന്റും അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണോ റെൻഡർ ചെയ്യേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷനും. അപ്പൊ ഞാൻ എന്റെ app.jxs വന്നിട്ട് ഈ ഒരു കോമ്പോണന്റിനെ കോൾ ചെയ്യുവാണ്. ഇവിടെ ഒരു H1 ടാഗ് ആണ് ആ ഒരു കോമ്പോണന്റിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഈ ഒരു H1 ടാഗ് അപ്പം നമ്മുടെ റൂട്ട് ഡിവിഷന് പകരം എവിടെയായിരിക്കും പ്ലേസ് ആവുന്നത്? ആ ഒരു പോർട്ടൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷന്റെ അണ്ടറിലായിരിക്കും വന്ന് വീഴുന്നത്. അപ്പൊ നമുക്ക് അഗെയിൻ പോയിട്ട് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോർട്ടൽ റൂട്ടിന് ഇവിടെ കണ്ടന്റ് വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഡിവിഷനും ആ H1 ടാഗും ഈ ഒരു പോർട്ടൽ റൂട്ടിന്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡോം ട്രീ ഹൈറാർക്കിയിൽ പാരന്റ് ഹൈറാർക്കിയിൽ നിന്ന് മാറി ഒരു ഡിഫറെന്റ് പ്ലേസിൽ നമ്മൾ പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മുടെ കോമ്പോണന്റിനെ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിയാക്ട് പോർട്ടൽസ് യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ അഡ്വാൻസ്ഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ എന്റെ കുറെ വീഡിയോസ് ഇപ്പൊ പെയിന്റിംഗ് ആണ്, വെബ് ആർട്ടിസ്റ്റിന്റെയും ടെസ്റ്റിംഗിന്റെ ഒക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. എന്റെ വർക്ക് അതുകൊണ്ട് ഈ ലോഗ് വീഡിയോസ് എടുക്കാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. ഡെഫിനറ്റ് ആയിട്ട് ഒരു 2-3 ആഴ്ചന്റെ ഉള്ളിൽ ഞാൻ ഇത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ.